അടിയോടിയിൽ ഒരു സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒരു ഹബ്ബായിട്ട് മാറുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മുഴുവൻ ജനങ്ങളെയും ഒരു അണിനിരത്താനുള്ള ഒരു ശ്രമം, പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള രാസലഹരിക്കെതിരെ ഒരു ജനകീയ മൂവ്മെന്റ് രൂപപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് സംഘാടക സമിതി രൂപീകരിക്കുകയും ഇപ്പം പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വരികയും ചെയ്തു. മെയ് 2 നടക്കുന്ന കൺവെൻഷനിൽ ഒരു വിപുലമായിട്ടുള്ള ഒരു കൺവെൻഷനകത്ത് വെച്ച് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സിനെതിരായിട്ടുള്ള മൂവ്മെന്റ് നടത്താനാണ് നമ്മൾ ഇപ്പം ആലോചിച്ചത്. അതിന്റെ കാര്യങ്ങളൊക്കെ ജനകീയ കമ്മിറ്റി രൂപപ്പെട്ടതിന് ശേഷം അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബഹുമുഖങ്ങളായിട്ടുള്ള രാസലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അതിനെ പ്രത്യേകിച്ചും ഇന്ന് കേരളത്തെയാകെയും പ്രത്യേകിച്ച് പയ്യോളി പോലെയുള്ള ടൗണായി വരുന്ന സ്ഥലങ്ങളിൽ വരെ ഏറ്റവും അപകടകരമായ വിധത്തിൽ ടീനേജ് മുതൽ യുവത്വത്തെ ആകെ പിടികൂടിയിരിക്കുന്ന ഈ വിപത്തിനെതിരായിട്ടുള്ള ഒരു ഒട്ടാകെയുള്ളൊരു പ്രവർത്തനത്തിനുള്ള ഒരു സജ്ജമാക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രവർത്തനത്തെ നമ്മൾ ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് ജനങ്ങളുടെ ആഭിമുഖ്യത്തിൽ മൂവ്മെന്റായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ഇപ്പം കണ്ടത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. മെയ് 2 വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട റൂറൽ SP ആണ് നമ്മുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. VK ബൈജു ആണ്, അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ചെയർമാൻ VK അബ്ദുറഹ്മാൻ ഈ പരിപാടിയുടെ മുഖ്യാതിഥിയായിരിക്കും. പയ്യോളിയുടെ പരിസര പ്രദേശങ്ങൾ തുറയൂര്, അതേപോലെ തന്നെ മണിയൂര്, തിക്കോടിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രദേശത്തെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മൂവ്മെന്റ് നടത്തുന്നത്. കാരണം ഈ പ്രത്യേകിച്ച് മണിയൂര്, തുറയൂര് പോലെയുള്ള സ്ഥലങ്ങളിലേക്കും പയ്യോളിയുടെ ഈ ലഹരി ഇടപാടുകൾ നടത്തുന്ന ആളുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന സ്ഥലത്തിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു അതിർത്തി, ഏകദേശം ഒരു അതിർത്തി രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു മൂവ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനകീയ കമ്മിറ്റിക്ക് ശേഷമായിരിക്കും നടക്കുക. ഇതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ രാസലഹരിയുടെ ഇരകളായിട്ടുള്ള വ്യക്തികളും കുടുംബങ്ങളും ഈ ഒരു കൺവെൻഷനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മൊത്തം ലഹരിക്കെതിരായിട്ടുള്ള മനസ്സുകളെ മൊത്തം പിന്തുണ ഈ ഒരു സംഘാടക സമിതി അഭ്യർത്ഥിക്കുന്നു. മെയ് 2 അതിവിപുലമായിട്ടുള്ള പയ്യോളിയിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരും വെച്ചുകൊണ്ടൊരു കമ്മിറ്റി രൂപീകരിക്കാനും അതിനനുസരിച്ച് ആ കമ്മിറ്റി തുടർന്ന് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പൊ തന്നെ ഈ ഒരു കുറെ കാലമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പയ്യോളി ടൗണിലും അതുപോലെയുള്ള പരിസര പ്രദേശത്തും ഒക്കെ ഈ ഒരു ലഹരി ഉപയോഗിക്കാനും അതിന്റെ വിൽപ്പനയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇവിടെയൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ അതിനെതിരായിട്ടുള്ളൊരു പൊതു രംഗത്തേക്ക് അല്ലെങ്കിൽ പൊതുവായിട്ടൊരു ആക്ഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു തരത്തിലുള്ള സമയത്താണ് ഇങ്ങനെ ഒരു കമ്മിറ്റി താൽക്കാലികമായിട്ട് രൂപീകരിച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ ഇപ്പോൾ നടന്നു വരികയാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൺവെൻഷനിൽ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കൺവെൻഷൻ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാക്കി നടത്തിക്കൊണ്ട് ആ ഒരു പരിപാടിയായിരിക്കും ഈ ഒരു കമ്മിറ്റിയെ പറ്റിയിട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിപുലമായിട്ടുള്ള ഒരു യോഗത്തിലേക്കുള്ള ആൾക്കാരുടെ ഒരു വരുത്തും കാര്യങ്ങളും ഒക്കെ ഇതിനെ ബാധിച്ചിരിക്കും. ഇപ്പൊ നമ്മുടെ കുടുംബശ്രീയും അതേപോലെ ഹരിതകർമ്മസേന, അതേപോലെ നമ്മുടെ പയ്യോളി അങ്ങനെയുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരെയൊക്കെ നമ്മൾ നേരിട്ട് പോയി ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് നേരിട്ട് ക്ഷണിക്കുന്നുണ്ട്. നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ മുഖ്യാതിഥിയായിരിക്കും. നമ്മുടെ റൂറൽ SP ആണ് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. റൂറൽ SP നമ്മൾ ഈ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ പോയ സമയത്ത് വളരെ നല്ലൊരു സമീപനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളെ പോലെയുള്ള ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കമ്മിറ്റികളും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പോലീസിന് പോലും നല്ലതാണ് എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് ഇവിടെ SP ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. എന്ത് സഹായം വേണമെങ്കിലും നമുക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം പയ്യോളി, മോരാട്, അരിക്കാട്, അതേപോലെ പച്ചക്കുന്ന്, തിക്കോടി ഭാഗങ്ങളിലൊക്കെ ഇതിന്റെ പബ്ലിസിറ്റി എന്നുള്ള രീതിയിൽ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ പതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊരു ലീഡർഷിപ്പ് ഇല്ല എന്നുള്ള പേരിൽ എല്ലാവരും ഒതുങ്ങി പോകുന്നു എന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മിറ്റിയിലൂടെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പല വീടുകളിലും നമുക്കറിയാം നമ്മളെ അച്ഛനമ്മമാരുടെ രക്ഷിതാക്കള്
അറിയാതെ മക്കൾ ഇതിലേക്ക് വഴുതി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കമ്മിറ്റി രണ്ടാമത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ അങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയൊരു ഹബ്ബായി മാറിയിരിക്കുകയാണ് പയ്യോളി പ്രദേശം. ആ പയ്യോളി പ്രദേശത്ത് ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ പയ്യോളിയായിട്ട് ബന്ധപ്പെട്ട് ഈ ലഹരി പദാർത്ഥമായിട്ട് വന്ന ചർച്ചകളിൽ ഒരുപാട് മെമ്പേഴ്സുകൾ ഇതിനെതിരെ ഒരു പോരാട്ടം നടത്തണം എന്നൊരു ചർച്ച വന്നു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അടിയന്തരമായിട്ട് വിപുലമായ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി നിലവിലുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഇന്ന് ഈ രൂപത്തിലെത്തിയത്. ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾക്ക് മാത്രമല്ല, ഇനി വരും പോകുന്ന തലമുറകൾ ഈ രാസലഹരിയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന രൂപത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഈ പരിപാടിയിൽ നമ്മളെ പ്രദേശത്തെ അപാരബുദ്ധ സ്ത്രീകള്, കുട്ടികള്, വയസ്സായ ആൾക്കാർ, മിഡിൽ ഈസ്റ്റുകൾ മുഴുവൻ പേരും സഹകരിക്കും എന്നതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കാരണം വെച്ചാല് പയ്യോളിയിലെ ഒരുപാട് ജനങ്ങൾക്ക് ഇത് വളരെ ആശ്വാസം പകരുന്നവർ പറയും. കാരണം ഇങ്ങനെയുള്ള ഒരു പോരാട്ടം ഇതുവരെ പയ്യോളി നടന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഞങ്ങൾ ഈ പോരാട്ടം നടന്നത്. ഈ പോരാട്ടത്തിൽ ഞങ്ങൾ പേര് പട എന്ന രൂപത്തിൽ ഞങ്ങൾ ഈ പോരാട്ടം തീരുമാനിച്ചത്.